സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ ഉൾപ്പെടെ എല്ലാവരും സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ എല്ലാവരും വിശപ്പും ദാഹവും മൂലം വെള്ളം അന്വേഷിച്ച് നടന്ന് ഒരു ഗുഹയുടെ മുന്നിലെത്തുന്നു. ഇവിടെയെങ്ങും വെള്ളം ഇല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുമ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും നനഞ്ഞ ചിറകോടെ പക്ഷികൾ പറന്നു പോകുന്നത് ഇവർ കാണുന്നു. അതോടെ ഈ ഗുഹയ്ക്കുള്ളിൽ വെള്ളം ഉണ്ടെന്നുള്ള ഉറപ്പോടെ എല്ലാ വാനരരും പരസ്പരം കൈപിടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ടത് ഒരത്ഭുതം തന്നെയാണ്. അനേകം തടാകങ്ങളും പഴങ്ങൾ നിറഞ്ഞ മരങ്ങളും വസതികളും ഒക്കെയുണ്ട്. അവിടെ ധ്യാനത്തിൽ ഇരിക്കുന്ന ജടാവൽക്കലധാരിയായ ഒരു സ്ത്രീയെ അവർ കാണുന്നു. ഹനുമാനും മറ്റു വാനരന്മാരും അവരെ വണങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ശ്രീരാമൻ്റെ പത്നിയായ സീതയെ ദുഷ്ടനായ ദശമുഖൻ കട്ടുകൊണ്ടുപോയി. അത് അന്വേഷിക്കാൻ വന്ന വാനര സംഘമാണ് ഞങ്ങൾ. ദാഹിച്ചിട്ടാണ് ഈ ഗുഹയിലേക്ക് വന്നത്. അവിടുന്ന് ആരാണ്? ഹനുമാൻ ചോദിച്ചു. നിങ്ങൾ വെള്ളം കുടിച്ച് ദാഹം തീർത്ത് പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചിട്ട് വരൂ, എന്നിട്ട് പറയാം. അതിനുശേഷം യോഗിനി പറയുന്നു, ഞാൻ വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ സഹിയാണ്. അവർക്ക് പരമശിവൻ നൽകിയതാണ് ഇങ്ങനെയുള്ള ഒരു ദിവ്യസ്ഥലം. അവർ ഭഗവാനിൽ ലയിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, നീ ഇവിടെ തപസ് ചെയ്തിരിക്കുക. ശ്രീരാമൻ്റെ ഭാര്യയായ സീതയെ തിരഞ്ഞ് വാനരർ നിന്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ അവരെ സൽക്കരിച്ചതിന് ശേഷം ശ്രീരാമനെ കണ്ടു വണങ്ങിയാൽ നിനക്കും മോക്ഷം പ്രാപിക്കാം. അങ്ങനെ മോക്ഷം അപേക്ഷിച്ചിരിക്കുന്ന സ്വയംപ്രഭയാണ് ഞാൻ. ഇനി ഞാൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം സ്വയംപ്രഭ ശ്രീരാമനെ കണ്ടു വണങ്ങി മോക്ഷം പ്രാപിക്കുന്നു.